ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ അങ്ങോട്ട് പൈസ കൊടുത്ത് ഒരു ലോണ് പോലും എടുക്കരുത്. കാരണം അങ്ങനെയുള്ള ഒരു ഫിനാൻസ് ഫേക്കാണ്. നിങ്ങൾക്ക് ലോൺ ഒന്നും കിട്ടില്ല. ഒരു 2 രൂപ പോലും ആരും നിങ്ങൾക്ക് വെറുതെ തരില്ല. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നിങ്ങൾക്ക് പ്രൂഫ് ഉൾപ്പെടെ ഞാൻ കാണിച്ചു തരികയാണ്. ഇവന്മാർ ഉടായിപ്പാണ്, കുറേ നാളുകളായിട്ട് യവന്മാർ ഈ ഉടായിപ്പാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെയും യവന്മാർ വിളിച്ചിട്ടുണ്ട്. ഞാൻ നല്ല തെറിയാണ് വെച്ച് കൊടുത്തത്. അത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ കേൾപ്പിക്കാത്തത്. നമ്മുടെ ഒരു എന്താ പറയുക, ഈ സബ്സ്ക്രൈബർ, അതായത് നമുക്ക് ഈ ഇടയ്ക്കാണ് ഇവർ നമ്മളെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് ലോൺ ആപ്പുകളായ ഹിന്ദിക്കാരെയോ അല്ലെങ്കിൽ മാർവാഡീസിനെയോ നേപ്പാളീസിനെയോ പാകിസ്ഥാനീസിനെയോ ഒന്നും അല്ല, മലയാളികളെ തന്നെ ആദ്യം നമ്മൾ സൂക്ഷിക്കണം. കാരണം നമ്മൾ എന്താ പറയുന്നത്, ഇവർക്ക് നമ്മൾ കൺവിൻസ് ചെയ്യാനുള്ള അപാര പവറാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ അങ്ങോട്ട് ക്യാഷ് കൊടുത്ത് ഒരു സാധനവും, ലോണെന്ന് പറയുന്ന ഒരു സാധനവും എടുക്കാതിരിക്കുക. അതെല്ലാം ഉടായിപ്പാണ്. ദയവ് ഇത് ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സബ്സ്ക്രൈബറിന് അവർ അയച്ചു കൊടുത്ത ഡീറ്റെയിൽസ്. ഇത് മുഴുവൻ നിങ്ങൾ കാണണം. ഇവർ ഈ ഒരു ഫിനാൻസ്, ഇപ്പോൾ അവരുടെ ഫിനാൻസിൻ്റെ പേര് അവർ മാറ്റിയിരിക്കുന്നത് ലെൻഡ്ര എന്നാണ്. ഇതിനു മുമ്പ് SP ഫിനാൻസ്, ക്യാപിറ്റൽ ഫിനാൻസ്, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവർ നമ്മുടെ സാധാരണ NBFCയുടെ പേരുകളിട്ട് വരും, ബാങ്കിൻ്റെ പേരുകളിട്ട് വരും. ഇതെല്ലാം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ്. ഇവിടെ നോക്കൂ. ഹലോ, ഐ ആം എ ലോൺ അഡ്വൈസർ മെൽവിൻ ബാബു. ഐ വിൽ ഹെൽപ്പ് യു ഫോർ അപ്ലൈയിങ് ലോൺ. സെലക്ട് ലാംഗ്വേജ് തെലുങ്കു, തമിഴ്, ഹിന്ദി ഓർ മലയാളം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ മാസ വരുമാനം. ഇനി അവരെക്കുറിച്ച് നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവരെക്കുറിച്ചൊരു ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ലെൻഡ്ര പ്രൈവറ്റ് ലിമിറ്റഡ്. ഇങ്ങനൊരു കമ്പനിയും ഇല്ല, ഒരു NBFCയും ഇല്ല. ചിലപ്പോൾ കാണും കമ്പനി, കാരണം അവർ ആ കമ്പനി കോപ്പി ചെയ്തായിരിക്കും ഇവർ ഇവിടെ കൊടുക്കുന്നത്. ലെൻഡ്ര പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ ആസ്ഥാനം. മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളൊരു NBFC ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയും RBI അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. 50,000 മുതൽ 2 ലക്ഷം വരെ നിങ്ങൾക്ക് ലോൺ എടുക്കാവുന്നതാണ്. 9 മാസം മുതൽ 42 മാസം വരെ നിങ്ങൾക്ക് തിരിച്ചടവ് കാലാവധി തിരഞ്ഞെടുക്കാം. ലോൺ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷം 24 മണിക്കൂർ വെരിഫിക്കേഷൻ ടൈം വരുന്നതാണ്. രജിസ്റ്റർ ചെയ്ത് ലോൺ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ശരിയായ സമയത്ത് പ്രതികരിക്കുക. പലിശ നിരക്ക് വെറും 6%. അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. 202 അമർ ടെക് പാർക്ക് 31/5 ബെൽവാടി ഹിഞ്ചവാടി റോഡ്, പൂനെ, മഹാരാഷ്ട്ര എന്ന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ താഴെ നിങ്ങൾക്ക് എത്ര രൂപ വായ്പ ആവശ്യമാണ്, എത്ര മാസത്തേക്ക്, തിരിച്ചടവ്. എല്ലാ മാസവും 10 ലോൺ തിരിച്ചടവ്. നിങ്ങൾക്ക് തിരിച്ചടവ് ഓട്ടോമാറ്റിക് ഡെബിറ്റ് ഓപ്ഷനോ മറ്റു ഓൺലൈൻ പേയ്മെൻറ്റോ രീതിയോ തിരഞ്ഞെടുക്കാം. ആദ്യം ആധാർ കാർഡിൻ്റെ മാത്രം ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും അയക്കുക. ഈ ഒരു ഫോട്ടോ ശ്രദ്ധിക്കുക വയ്ക്കുക. ഇവന്മാർ മിക്ക ആളുകളെ കബളിപ്പിക്കാനും ഇതാണ് അവർ അയച്ചു തരുന്നത്. ചിലപ്പോൾ ഇനി മാറ്റും, കാരണം ഇതെല്ലാവരും അറിയാവുന്നതുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ മാറ്റും. നോക്കൂ, ഫസ്റ്റിലെ എമൗണ്ടാണ് 50,000, 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം, അങ്ങനെ 50 ലക്ഷം വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി 9 മാസത്തേക്കാണെങ്കിൽ 5,806 രൂപ 50,000-ന്, 12 മാസത്തേക്ക് 4,417 രൂപ, 42 മാസത്തേക്ക് 1,440 രൂപ. എന്തെല്ലാം പറ്റിപ്പാണ് മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി യവന്മാർ ഇറക്കുന്ന നോക്കി. അതായത് ഇവർക്ക് ജോലി ചെയ്ത് ജീവിച്ചോടി. ഇങ്ങനെ ഒരുപാട് ഉടായിപ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, സർക്കാരിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആ സിസ്റ്റത്തിൻ്റെ അനാസ്ഥ തന്നെയാണ് ഇങ്ങനെയുള്ളവരെ വളരാൻ അനുവദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് വയ്ക്കുക. ഈ ഒരു ഫോട്ടോസാണ് ഇവർ മാക്സിമം ആൾക്കാരെ പറ്റിക്കാൻ യൂസ് ചെയ്യുന്നത്. അതിലുപരി ഇവർ പല ഫോട്ടോസും എടുക്കും. നിങ്ങൾ അങ്ങോട്ട് 1 രൂപ പോലും, 1 രൂപ ലോൺ വേണമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അപ്പോൾ തെറി വിളിക്കുക. നിങ്ങൾക്ക് പൈസ കിട്ടില്ല, ആ 1 രൂപ പോകും. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ 1 രൂപ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു കഷ്ടപ്പാട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനൊരു ഇമേജ് ഇട്ടുതരും. ആധാർ കാർഡ് കയ്യിൽ പിടിച്ച് വെച്ചിരിക്കുന്ന ഒരു സെൽഫി ഇടാൻ വേണ്ടി ഇവർ ഇങ്ങനൊരു ഇമേജ് ഇട്ടുതരും. ഇനി അടുത്ത നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ മൊത്തം. വെരിഫിക്കേഷൻ ചെയ്ത ഈ 3 ഡോക്യുമെൻ്റ് നിങ്ങൾ ഓരോന്നും സ്ക്രീൻഷോട്ട് എടുക്കുക. ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്യേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത നിങ്ങളുടെ ഡോക്യുമെൻ്റ് ആണ്. വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം മാത്രം ഫോം ഫില്ല് ചെയ്യാൻ തുടങ്ങുക. ഫോം പൂരിപ്പിക്കുമ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഈ ഫോം ഫില്ല് ചെയ്യാൻ ആകെ 15 മിനിറ്റ് എടുത്തേക്കാം. ഫോം പൂരിപ്പിക്കാൻ തുടങ്ങിയാൽ എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം പുറത്ത് വരിക. ഇതാണ് അവരുടെ ഗൂഗിൾ ഫോം. ഇത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, കാരണം ഇങ്ങനെ ഒരു ഇഷ്യൂ ആകുമ്പോൾ അവരിങ്ങനെ നമ്പരും അതുപോലെ തന്നെ അവരുടെ സിസ്റ്റം എല്ലാം മാറ്റിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ വർക്ക് ആവുന്നില്ല. ഇനി ഓഡിറ്റ് മാനേജർ എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് ബാലകൃഷ്ണൻ, പല ഇതിലും ചില സമയത്ത് അശ്വിൻ ആയിരിക്കും ഓഡിറ്റ് മാനേജർ, ചില സമയത്ത് രാജു ആയിരിക്കും, സഫീർ ആയിരിക്കും, അങ്ങനെ പല ഓഡിറ്റ് മാനേജേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ നമ്പറിലേക്ക് ഓർഡർ നമ്പറിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക. ഓർഡർ നമ്പർ എന്ന് വെച്ചാൽ നമുക്ക് എത്ര ലോൺ വേണം, എത്ര മാസത്തേക്ക്, അതാണ് ഉദ്ദേശിക്കുന്നത്.
ഇനി നൽകിയിരിക്കുന്ന ഫയൽ നമ്പർ വിശദാംശങ്ങൾ ശരിയാണെന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുക. കാരണം നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഫില്ല് ചെയ്ത ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു തരും. ഇത് ശരിയാണെന്ന് അറിയാൻ വേണ്ടിയാണ്. ഇത് ഞാൻ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഫില്ല് ചെയ്യണം, മീൻസ് ഹൈഡ് ചെയ്യണം. അപ്പോൾ അവരുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ്, കോൺടാക്ട് നമ്പർ, ലോൺ ഫയൽ നമ്പർ ഇതെല്ലാം ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ലോൺ റിക്വസ്റ്റഡ് എമൗണ്ട്, ലോൺ ടെന്യൂരിറ്റി ഇതെല്ലാം പക്ക ഉടായിപ്പാണ്. ഇതാണ് അവരുടെ അടുത്ത ടെക്നിക്ക്, പൈസ തട്ടാൻ വേണ്ടിയുള്ള. ഇത് യുവർ ലോൺ എമൗണ്ട് ഹാസ് ബീൻ അപ്രൂവ്ഡ്. വി ഇൻഫോം യു ദാറ്റ് യുവർ ലോൺ എമൗണ്ട് ഹാസ് ബീൻ അപ്രൂവ്ഡ് ആസ് എ കണ്ടീഷണൽ അപ്രൂവൽ. കണ്ടീഷണൽ അപ്രൂവൽ അതായത് നിങ്ങൾക്ക് സിബിൽ കുറവായതുകൊണ്ട് താഴെ കൊടുത്തിട്ടുണ്ട്, വായിച്ച് നോക്കാം. നിങ്ങളുടെ പ്രൊഫൈലിൽ തിരിച്ചടവ് ശേഷി അഥവാ റീപേയ്മെൻറ്റ് കേപ്പബിലിറ്റി കുറവായി കാണുന്നതിനാൽ കണ്ടീഷണൽ അപ്രൂവൽ കൂടി ലോൺ പാസ്സായിരിക്കുന്നതാണ്. കണ്ടീഷണൽ അപ്രൂവ്മെൻറ്റ് മീൻസ് അങ്ങോട്ട് പൈസ കൊടുക്കാൻ ഇത്ര രൂപ നിങ്ങൾ അടയ്ക്കേണ്ടി വരും. നിങ്ങളുടെ പ്രൊഫൈലിന് മുമ്പ് തിരിച്ചടവ് എന്തോ പെൻഡിങ് ആയിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പൈസ കൊടുക്കുകയാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ കസ്റ്റമർ അറിയില്ല, അവർ ഡീറ്റെയിൽസ് ഈ കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി അവരിട്ടിരിക്കുന്ന വോയിസ് നമുക്ക് ശ്രദ്ധിക്കാം. ഞാനിപ്പോ അയച്ചത് നമ്മുടെ ഓഡിറ്റ് മാനേജർ നമ്പറാണ് സാർ. അപ്പൊ ഈ നമ്പറിലോട്ട് ആ സ്ക്രീൻഷോട്ട് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൊടുത്തതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ നാളെ രാവിലെ ഒരു 9-10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ നിന്ന് അറിയിക്കും കേട്ടോ. ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അപ്പൊ എന്നിട്ട് അത് അയച്ചു കൊടുത്തിട്ടേ അയച്ചെന്നൊരു മെസ്സേജ് ഇട്ടേക്ക് കേട്ടോ. ഇത്രയും പറഞ്ഞതിന് ശേഷം നമ്മുടെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് 50,000 രൂപയാണ് അവർ മേടിച്ചെടുത്തിരിക്കുന്നത്. ഇത് കസ്റ്റമറിൻ്റെ ബുദ്ധിയില്ലായ്മയാണോ അവരുടെ അറിവില്ലായ്മയാണോ എന്ന് എനിക്കറിയില്ല. ഇത്രയും പൈസയൊന്നും ആരും കൊടുക്കില്ല. നോക്കൂ, അവർ ആദ്യം 5,000 രൂപ അയച്ചു കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ 25,000 രൂപ അയച്ചു കൊടുത്തു, 30,000 രൂപ അയച്ചു കൊടുത്തു. ഓക്കെ, ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഈ കയ്യിലുള്ള എല്ലാ പൈസയും പോയിട്ടുണ്ട്. കസ്റ്റമർ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം ഇത് റിസൾട്ട് ഉണ്ടാകുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഇവർ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് അല്ല ഏതെങ്കിലും ഒരു ഹിന്ദിക്കാരനെ കോൺടാക്ട് ചെയ്ത് ബായി ഒരു 500 രൂപ തരാം, ആധാർ കാർഡും പാൻ കാർഡും വെച്ചൊരു സിം എടുത്ത് തരുമോ, അങ്ങനെ എന്തെങ്കിലും ഉടായ്പ രീതിയിലൊക്കെ സിം എടുത്തായിരിക്കും ഇവർ ചെയ്യുന്നത്. കാരണം ഇവർ അക്കൗണ്ട് നമ്പർ അതുപോലെ തന്നെ ആയിരിക്കും. പിന്നെ ഇത്ര രൂപ തരാം, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ വേണം, നിങ്ങൾ ഒന്നും ചെയ്യില്ല, ആരും ഒന്നും ചെയ്യില്ല, ആ രീതിയിലായിരിക്കും ഇവർ ചെയ്യുന്നത്. കാരണം അക്കൗണ്ട് നമ്പർ ബേസ് ചെയ്ത് അന്വേഷണം വന്നാൽ ഇവരെ പിടിക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. ഇനി വോയിസ് എല്ലാം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇത് മുഴുവനും നിങ്ങൾ കേൾക്കണം. നിങ്ങളൊരു പറ്റിപ്പിൽ ഇനി അകപ്പെടാൻ പാടില്ല. ഓക്കെ മാഡം, എന്ത് തടസ്സമാണ്? ഇനി പ്രശ്നം ഉണ്ടാവത്തില്ല. കാരണം ഇതിന് പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഓപ്ഷൻ വഴി ക്ലിയർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാൻ മാഡത്തിന് ഒരു 11 മണിയാകുമ്പോൾ ബാങ്ക് ഓപ്പൺ ആയിക്കോട്ടെ, അതിന് 11 മണിയാകുമ്പോൾ ഞാൻ മാഡത്തിന് 10 മിനിറ്റ് നിന്നുകൊണ്ടാണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് നമുക്ക് മാഡം ഓക്കെ. എനിക്ക് നിങ്ങളുടെ ഡൗട്ട് കാരണം മനസ്സിലാവുന്നുണ്ട്. ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. പക്ഷെ മാഡം നിങ്ങൾ ആലോചിക്കാം, നമ്മളിടുന്ന വാലിഡ് ട്രാൻസാക്ഷൻ വഴി എമൗണ്ട് ഷെയർ ചെയ്യുന്നതാണ്. ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് എത്ര വേഗത്തിൽ നിങ്ങൾക്ക് എമൗണ്ട് കിട്ടിയാണോ അത്രയും വേഗം നമ്മൾ അയക്കേണ്ടി വരുന്നത്, അയക്കാൻ വെച്ചിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ OTP റിസീവ് ആക്കിയ ഒരു ട്രാൻസാക്ഷൻ. അപ്പൊ അത് കൺഫേം ആയിട്ട് മാഡത്തിന്റെ അക്കൗണ്ട് എമൗണ്ട് കിട്ടിയോ? അക്കൗണ്ട് നമ്പർ തെറ്റായതുകൊണ്ടാണല്ലോ മാഡം ആ പിന്നെ പെനാൽറ്റിയുടെ കാര്യങ്ങളെല്ലാം ആഡായിട്ട് വന്നത്. പിന്നെ പെനാൽറ്റി പിന്നെ അതുപോലെ തന്നെ ഈ ഒരു എമൗണ്ട് കാര്യങ്ങളെല്ലാം വരുന്നത് തന്നെ മാഡം ഡാറ്റ് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഓപ്ഷനാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ലോൺ അപ്ലൈ ചെയ്യാൻ നമുക്കറിയാം. എന്നാൽ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ വഴി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വന്നത് ക്ലിയർ ചെയ്യാൻ പറ്റും. ഉടായ്പാണ് അവർ പറഞ്ഞ് ഫലിപ്പിക്കുന്നത്. നോക്കൂ, കാരണം ഈ ഒരു മാഡം എന്ന് വിളിച്ച ആ കസ്റ്റമറിൻ്റെ ഇഷ്യൂ തന്നെയാണ്. കാരണം ഇത്രയും പൈസ അവർ ആദ്യം പൈസ അയക്കുന്ന സമയത്ത് അക്കൗണ്ട് നമ്പർ മാറിപ്പോയി, വീണ്ടും അടയ്ക്കണം, GST അടയ്ക്കണം, പിന്നെ എന്താ പറയുന്നത് ഓവർ ടൈം ഫീസ്, അങ്ങനെ പറഞ്ഞ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് 50,000 രൂപയാണ് തോന്നുന്നു, അത്രയും രൂപ അവർ വാങ്ങിച്ചെടുത്തു. പിന്നെ അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. നമ്മുടെ കസ്റ്റമർ എന്താ പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു, അവരത് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. പൈസ കിട്ടുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അക്കൗണ്ട് അവർ ഹോൾഡ് ചെയ്യും, ഫ്രീസ് ചെയ്യും, അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇതാണ് അവരുടെ ഏറ്റവും വലിയ ഉടായ്പ. ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ച് നോക്കൂ. രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ലെൻഡറുടെ ഹോം പേജിലേക്ക് വരിക. ലോണായി വരുമ്പോൾ ഫോൺ നമ്പർ എൻ്റർ ചെയ്യാനും പുതിയതായി ഒരു പാസ്വേഡ് നൽകാനുമുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ താങ്കളുടെ ഫോൺ നമ്പറും പുതിയൊരു പാസ്വേഡും നൽകി സൈൻ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന പേജിൽ താഴെയായി സബ്മിറ്റ് എന്നുള്ള പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം കാണുന്ന ബ്ലൂ ബട്ടൺ ഇടത്തേക്കും വലത്തേക്കും അഡ്ജസ്റ്റ് ചെയ്ത് താങ്കളുടെ ലോൺ എമൗണ്ടും എത്ര മാസത്തേക്കാണ് ലോൺ എടുക്കുന്നത് എന്നുള്ള ഓപ്ഷനും കൃത്യമായി സെലക്ട് ചെയ്യുക. ശേഷം വരുന്ന ഭാഗത്ത് താങ്കളുടെ മുഴുവൻ പേര്,
അത് കറക്റ്റായി ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഒരു പക്ഷേ അപ്ലോഡ് ആകുന്നില്ല എങ്കിൽ ഐഡിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് ആ ഒരു സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്താലും മതിയാകും. ശേഷം ഐഡിയുടെ ബാക്ക് സൈഡാണ് സെലക്ട് ചെയ്ത് കറക്റ്റായി അപ്ലോഡ് ചെയ്യേണ്ടത്. മൂന്നാമതായി സെൽഫിയാണ്. സെൽഫി കറക്റ്റായി സെലക്ട് ചെയ്ത് 3 ഫോട്ടോയും കറക്റ്റായി അപ്ലോഡ് ചെയ്താൽ മാത്രമേ ആപ്ലിക്കേഷൻ പൂർത്തിയാവുകയുള്ളൂ. അതുകൊണ്ട് ഈ ഭാഗം കൃത്യമായി അപ്ലോഡ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനായി ശ്രദ്ധിക്കുക. ഇവിടെ 3 ഫോട്ടോയും അപ്ലോഡ് ആയിട്ടുണ്ട്. ശേഷം നെക്സ്റ്റ് കൊടുത്ത് റീപേയ്മെന്റ് മെത്തേഡ്, വാറന്റി ക്ലോസ് ഒക്കെ വായിച്ച് നോക്കി വീണ്ടും നെക്സ്റ്റ് നൽകി ഡിജിറ്റൽ സിഗ്നേച്ചർ ഇടുന്ന ഭാഗം വരും. അവിടെ ഇതുപോലെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇടുക. ഒരു പക്ഷേ ഇടാൻ സാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കൺഫേം നൽകി എഗ്രി ആൻഡ് സൈൻ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന പേജിൽ റൈറ്റ് സൈഡിൽ മുകളിലായി 3-4 വരകൾ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെയായി ലോൺ പ്രോഗ്രസ് എന്നുള്ള ഭാഗം കാണാം. ലോൺ പ്രോഗ്രസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓർഡർ നമ്പർ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് എക്സിക്യൂട്ടീവിന് നൽകിയാൽ ഓർഡർ നമ്പർ ഉപയോഗിച്ച് അവർ താങ്കളുടെ ആപ്ലിക്കേഷൻ പരിശോധിച്ച ശേഷം ഇത്രയും ഉടായിപ്പാണ് അവർ കാണിച്ചിരിക്കുന്നത്. അതായത് മനുഷ്യർ ഇത് കാണുമ്പോൾ ഒരുവിധം ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും വിശ്വസിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ള റിക്വസ്റ്റ് ഇങ്ങനെയാണ്. ഞാൻ നേരത്തെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞതാണ്, ഒരിക്കലും ഈ ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇവന്മാർ പക്ക ഉടായിപ്പാണ്. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ബാങ്കിൻ്റെ പേര് ലെൻഡ്ര. ഇനി അവന്മാർ പല പേരിൽ XYZ, VZ, ക്യാപിറ്റൽ ഫിൻസർവ്, XYZ ഫിൻസർവ്, അങ്ങനെ ഒരുപാട് പേരിൽ വരും. ഈ ഒരു ഫോമാറ്റ് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. അതെല്ലാം പോട്ടെ, നിങ്ങൾ 1 രൂപ പോലും അങ്ങോട്ട് പ്രോസസ്സിംഗ് ഫീസ് കൊടുത്ത് ഒന്നിനും ചെയ്യാതിരിക്കുക. ഇനി കൂടെ ചാകുന്ന നിങ്ങളുടെ സുഹൃത്ത് പറഞ്ഞാൽ പോലും നിങ്ങൾ ചെയ്യാതിരിക്കുക. ഓക്കെ, അത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ലോസിൽ തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും. ഓക്കെ, ഇത് മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.